വീണ്ടും അമ്പരിപ്പിച്ചുകൊണ്ട് രോഹിത് ശർമ്മ. 2020 ക്രിക്കറ്റ് തിരിച്ചു വരാനൊരുങ്ങുന്നു. തീരുമാനം കേരളത്തിനെതിരെ മുംബൈ തോറ്റതിനു പിന്നാലെ. ട്രോഫിയിൽ കേരളത്തോട് മുംബൈ ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങിയതിന് പിന്നാലെ മുൻ നായകൻ രോഹിത് ശർമ്മ മുംബൈയുടെ 2020 ടീമിലേക്ക് മടങ്ങിയെത്തുന്നു. മുസ്താഫ് അലി 2020 ട്രോഫിയിലെ ക്വാർട്ടർ ഫൈനൽ മുതലുള്ള മത്സരങ്ങളിൽ മുംബൈക്കായി കളിക്കാൻ തയ്യാറാണെന്ന് രോഹിത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ 2020 ലോകകപ്പ് കിരീടം നേടിയ ശേഷം രോഹിത് 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരുന്നു. കഴിഞ്ഞ IPLൽ മുംബൈ ഇന്ത്യൻസിനായി കളിച്ചുവെങ്കിലും പല മത്സരങ്ങളിലും ഇൻപാക്ട് പ്ലെയറായാണ് 38-കാരനായ രോഹിത് കളിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ഏകദിന മത്സരത്തിനു ശേഷം മുസ്താഫ് അലി ട്രോഫിയിൽ മുംബൈയുടെ നോക്കൌട്ട് മത്സരങ്ങളിൽ കളിക്കാൻ തയ്യാറെന്നാണ് രോഹിത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 12 മുതൽ 18 വരെയാണ് മുസ്താഫ് അലി ട്രോഫിയിലെ നോക്കൌട്ട് മത്സരങ്ങൾ നടക്കുക. ഇന്ത്യൻ 2020 ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 2020 പരമ്പരയിൽ കളിക്കാനായി പോകുമ്പോൾ രോഹിത് ശർമ്മ മുംബൈ ടീമിൽ തിരിച്ചെത്തുമെന്നാണ് കരുതുന്നത്. ടെസ്റ്റിൽ നിന്നും 2020 നിന്ന് വിരമിച്ചതോടെ ഏകദിന ടീമിലേക്ക് പരിഗണിക്കണമെങ്കിൽ ആഭ്യന്തര ടൂർണമെൻറ്റുകളിൽ കളിച്ച് മത്സരക്ഷമത തെളിയിക്കണമെന്നാണ് രോഹിത്തിനോടും വിരാട് കോഹ്ലിയോടും ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് ഇരുവരും വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെൻറ്റിൽ കളിക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് രോഹിത് ഒരു പിടി കൂടി കടന്ന് മുസ്താഫ് അലി ട്രോഫിയിൽ മുംബൈക്കായി കളിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. മുസ്താഫ് അലി ട്രോഫിയിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ കേരളത്തിനെതിരെ മുംബൈ 15 റൺസിൻ്റെ നാടകീയ തോൽവി വഴങ്ങിയിരുന്നു. 179 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ മുംബൈ 17ാം ഓവർ പൂർത്തിയായപ്പോൾ 148-4 എന്ന ശക്തമായ നിലയിലായിരുന്നു. 6 വിക്കറ്റ് കയ്യിലിരിക്കെ അവസാന 3 ഓവറിൽ 31 റൺസ് മാത്രമായിരുന്നു മുംബൈക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. എന്നാൽ 5 റൺസ് എടുക്കുന്നതിനിടെ 4 വിക്കറ്റ് നഷ്ടമായ മുംബൈ 163 റൺസിന് ഓൾ ഔട്ടായി ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങുകയായിരുന്നു. തോറ്റെങ്കിലും 5 കളികളിൽ 4 ജയവും 16 പോയിന്റുമായി മുംബൈ തന്നെയാണ് എലൈറ്റ് ഗ്രൂപ്പ് എയിൽ മുന്നിൽ. കേരളം മൂന്നാമതാണ്.